പല ആൾക്കാരുടെയും സംശയമാണ് ഈ വണ്ടി ക്യാരവൻ ആക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഇതിന് ഹെവി ലൈസൻസും വേണ്ട അല്ലേ? ഇപ്പോൾ ട്രാവലിനെ സംബന്ധിച്ച് എത്ര മൈലേജ് കിട്ടും, ഈ വണ്ടിക്ക് എത്ര മൈലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി പറയുന്നത് എത്രയാണ്, എത്ര നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പം എനിക്ക് തോന്നിയ 2-3 ചോദ്യങ്ങൾ. ഒന്ന്, ഹലോ, വെൽക്കം ബാക്ക് ടു കൃഷ്ണ ചാൻസ് ഓട്ടോ വ്ളോഗ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു യൂസർ റിവ്യൂ വീഡിയോ ആണ്. ഈ വീഡിയോ ഏറ്റവും കൂടുതൽ യൂസ് ആകാൻ പോകുന്ന ഒരു ടൂറിസം മേഖലയിലുള്ള ആൾക്കാരും ഒരു ടൂർ ഓപ്പറേറ്ററിനും അതുപോലെ തന്നെ മറ്റ് പല വണ്ടി സ്നേഹികൾക്കുമാണ്. അപ്പോൾ നിങ്ങൾ ഒരു വണ്ടി സ്നേഹിയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെ ഇഷ്ടം പോലെ വീഡിയോസാണ് നമുക്ക് ഇനി വരാൻ പോകുന്നത്. നേരെ വീഡിയോയിൽ കിടക്കാം. സോ ഈ വണ്ടിയുടെ ആളെ തന്നെ നമുക്ക് വിളിക്കാം. ഇതിൻ്റെ ഓൾ ഇൻ ഓൾ ആണ്. ഇതിൻ്റെ ഓണർ വരുന്നത് എമിൽ എന്ന് പറഞ്ഞ ആളാണ്. ഇത് പറഞ്ഞു തരാൻ പോകുന്നത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആളാണ്, അവിനാണ്. സോ ലെറ്റ്സ് വെൽക്കം അവിൻ. വെൽക്കം ടു കൃഷ്ണ ചാൻസ് ഓട്ടോ വ്ളോഗ്. അപ്പോൾ അവൻ ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അറിയാം. മാത്രമല്ല അവൻ ഇതുപോലെ വണ്ടി സ്നേഹിയും കൂടെയാണ്. അവനെ ഈ വണ്ടി എവിടെ നിന്നാണ് മേടിക്കുന്നത്? നമ്മൾ കോട്ടയം പൂങ്കുടി എന്നാണ് എടുത്തത്. പൂങ്കുടി ഫോഴ്സിൽ നിന്നാണ് എടുക്കുന്നത്. ഇത് എത്ര നാളായി ഈ വണ്ടി എടുത്തിട്ട്? ഇപ്പോൾ ഒരു 8 മാസം കഴിഞ്ഞു. 9 മാസമായി. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇപ്പോൾ ഒരു 40,000 കഴിഞ്ഞു. 40,000 കിലോമീറ്റർ ഓടി. ഓക്കെ. ഇവർ കുറേ പരിപാടികൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് അവന്? നമുക്ക് ഇപ്പം ഇത് കൂടാതെ ഇപ്പോൾ ഒരു പുത്തൻ 26 സീറ്റ് ട്രാവലർ എടുത്തിട്ടുണ്ട് ഫോഴ്സിന്റെ. ഓക്കെ. പിന്നെ കല്യാണത്തിനുള്ള ലക്ഷറി വണ്ടി ഓടിയുണ്ട്. ശരി. പിന്നെ അതിപ്പം നമ്മളിപ്പം ലൊക്കേറ്റ് ചെയ്യുന്ന കോട്ടയത്താണ്. ഓക്കെ. അതല്ലാതെ ഇപ്പം വേറെ പല സ്ഥലങ്ങളിൽ കേരളത്തിന്റെ എവിടുന്ന് വേണേലും നമ്മൾ ഓട്ടോ എടുത്ത് ഓടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എൻക്വയറി എവിടുന്ന് വന്നാലും എൻക്വയറി എവിടുന്ന് വന്നാലും നമുക്ക് ഇതുപോലെ ഇവർ കല്യാണ പർപ്പസിലായിക്കോട്ടെ, ഒരു ടൂർ ആയിക്കോട്ടെ, എന്തിനാണെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അർബേനിയെ കുറിച്ചാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫോഴ്സിന്റെ മറ്റു വണ്ടികളും ട്രാവലറും ഒക്കെ ഇവർക്കുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അർബേനിയ ഇത് 16+1 ആണോ അതോ 17+1? നമ്മുടെ ഈ വണ്ടി 17+1 ആണ്. 17+1 ആണ്. കാരണം ആദ്യം ഇറങ്ങിയ കാറ്റഗറിയിൽ 17+1 ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് 16+1 ആയത്. ഫ്രണ്ടിൽ 3 സീറ്റാണ്, ഡ്രൈവർ സീറ്റ് പ്ലസ് 2 സീറ്റ് ഉണ്ട്. ഓക്കെ. ഇപ്പോഴത്തെ സിംഗിൾ സീറ്റ് ഉണ്ട്. ഇപ്പൊ അർബേനിയ ഓപ്ഷൻ തന്നെ പല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് അവൻ നമുക്ക് തന്നത്. അപ്പോൾ 17+1 അല്ലേ? അപ്പം അർബേനിയെ സംബന്ധിച്ച് നമുക്ക് FM 2.6 എന്ന് പറഞ്ഞ മോഡലാണ് അല്ലേ? അപ്പോൾ 4400 17 എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഇത് വന്നിരിക്കുന്നത് അല്ലേ? ഈ ഒരു വണ്ടിയുടെ ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബോണറ്റൊക്കെയാണ് അത്യാവശ്യം ഹൈ ആയിട്ടാണ് ഇരിക്കുന്നത്. വണ്ടിയുടെ ലുക്ക് വൈസ് നമ്മുടെ ബെൻസിന്റെ സ്പ്രിന്റർ ആയിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ട് ഇല്ലേ? പിന്നെ മാത്രമല്ല ബെൻസിന്റെ എഞ്ചിനാണ്. ഫോഴ്സിന്റെ നേരത്തെ ഉള്ള വണ്ടികളൊക്കെ ബെൻസിന്റെ എഞ്ചിൻസ് അല്ലേ? എങ്ങനെയുണ്ട് വണ്ടിയുടെ ആ ഒരു ഫ്രണ്ട് ലുക്ക് കാര്യങ്ങൾ? ഇവിടെ സ്പ്രിന്ററിന്റെ ആ ഒരു ഡിസൈൻ ഒക്കെ വെക്കാൻ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴും? നമ്മൾ ബെൻസിന്റെ സിമ്പിൾ വെക്കുന്ന കാര്യം ആദ്യം ആലോചിച്ചായിരുന്നു. ശരി. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഓണർ എമിൽ തന്നെ പറഞ്ഞു വേണ്ട, അർബാനിയ തന്നെ ഇരുന്നോട്ടെ, അതാകുമ്പോൾ ഫോഴ്സിന്റെ ഒരു വേറെ ഇത് തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. വേറെ മേനഗാർഡ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് വെച്ചു. ഫോഴ്സ് അർബേനിയ എടുക്കാൻ എന്താണ് കാരണം? കാരണം ഇസൂസുവിന്റെ ഒക്കെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, ഇതൊരു പ്രീമിയം സെഗ്മെന്റ് ആണെന്നറിയാം. എന്താണ് ഈ അർബേനിയയിലേക്ക് വരാനുള്ള കാര്യം? നമ്മള് അന്വേഷിച്ചു കുറെ. ഇസൂസിന്റെ വണ്ടിയെ കുറിച്ച് ആദ്യം നമ്മളൊന്ന് ഇത് ചെയ്തായിരുന്നു. അപ്പൊ അന്നേരം നമുക്ക് അഫോർഡബിൾ പ്രൈസിനും പിന്നെ ഒരു ലക്ഷറി ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്തപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ടത് അർബാനിയാണ്. ഓക്കെ. ഇസൂസിന്റെ വണ്ടി കുറവാന്നല്ല പറഞ്ഞേ, പക്ഷെ നമുക്കൊരു കംഫോർട്ട് തോന്നിയത് ഇതിൽ അർബാനിയയിലാണ്. ഈ അർബേനിയക്ക് ഏതൊക്കെ കളർ വന്നിട്ടുണ്ടായിരുന്നു? നിങ്ങൾ ഉദ്ദേശിച്ച കളർ കിട്ടിയോ? നമ്മൾ ഉദ്ദേശിച്ച ഗ്രേ തന്നെയായിരുന്നു. അന്ന് വൈറ്റ് ലിമിറ്റഡ് ആയിട്ടുള്ളായിരുന്നു, പക്ഷെ ഇപ്പൊ വൈറ്റ് ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അന്ന് ഉദ്ദേശിച്ച ഗ്രേ തന്നെയായിരുന്നു, ആ കളർ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ. ഇത് ബുക്കിംഗ് പീരീഡ് കുറച്ച് സമയം എടുത്തോ? പെട്ടെന്ന് നമുക്കൊരു 1 മാസം മിച്ചം 1 മാസം മിച്ചം എടുത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ വണ്ടി അർബേനിയ നിങ്ങൾ ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷമാണ് ഈ വണ്ടി എടുക്കുന്നത് അല്ലേ? അപ്പോൾ ഞാൻ ഇതിന്റെ ഈ വണ്ടിയുടെ ബോണറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഹാൻഡിൽ പോലെ കണ്ടിരുന്നു. അപ്പൊ ഹാൻഡിൽ എന്തിനാണ് ശരിക്കും ഹാൻഡിൽ? ഇപ്പം ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് കണ്ടാ അറിയാം, ഇച്ചിരി വൈഡ് മേളിലേക്ക് കയറിയ നമുക്ക് ട്രാവലർ പോലെ കഴുകാനൊക്കെ പാടാം. ഓക്കെ. ഇതാകുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവിടെ പിടിച്ച് കഴുകാൻ പറ്റും. ഓഹോ, വെരി ഗുഡ്. ഗ്ലാസ് കഴുകണേല്. ശരി. പിന്നെ ഇതിന്റെ ഒരു വൈപ്പറിന്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചു. കാരണം ഇപ്പൊ അവൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു വൈഡ് ഗ്ലാസ് ഏരിയ ആണ്. നല്ല റോഡ് വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ചോദിക്കുന്നുണ്ട്, ഡ്രൈവബിലിറ്റിയെ കുറിച്ച്. ഈ വൈപ്പറിന്റെ ഇവിടെയാണ് ഇതിന്റെ ഒരു നോസിൽ കണ്ടിരിക്കുന്നത് ക്ലീൻ ചെയ്യാനായിട്ട്. അതെങ്ങനെ ഗുണമാണ്? അത് ഗുണം. കാരണം നമ്മൾ വൈപ്പർ പോകുന്നൊപ്പം തന്നെ അതിനകത്ത് സ്പ്രേ ചെയ്ത് വരും. മറ്റ് നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോണറ്റേ വരുന്നതിന് ഡയറക്റ്റ് ഗ്ലാസ്സിലേക്ക് ഒരു സ്പോട്ടിലേക്ക് വരുള്ളൂ. ഓക്കെ. ഇതപ്പോൾ നമുക്ക് ഗ്ലാസ് പോരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഓക്കെ. വണ്ടിയുടെ ഒരു എഞ്ചിന്റെ ഇതിനെക്കുറിച്ച് ഞാൻ ഒന്ന് ജസ്റ്റ് പറയുകയാണ്. കാരണം വണ്ടിയുടെ ഒരു പവർ വരുന്നത് ആദ്യമേ തന്നെ FM 2.6 എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് 2596 CC ആണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ പവർ വരുന്നത് 114 bhp, വണ്ടിയുടെ ടോർക്ക് വരുന്നത് 350 Nm ടോർക്കാണ്.
അപ്പോൾ ഇത്രയും ഒരു പവറുള്ളൊരു വണ്ടി, ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എനിക്കറിയാം 80 കിലോമീറ്ററാണ് പറയുന്നത്. വണ്ടിയുടെ പവർ എങ്ങനെ തോന്നിയിട്ടുണ്ട്, അതുപോലെ തന്നെ വണ്ടിയുടെ ആ ഒരു ടോപ്പ് സ്പീഡ് എപ്പോഴേലും ആ ടോപ്പ് സ്പീഡിൽ എത്താൻ പറ്റിയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ റോഡിൽ കൂടെ പോകുമ്പോൾ ടോപ്പ് സ്പീഡിൽ തന്നെ എത്തും, 80 എത്തും. വണ്ടി 80 എത്തും നമ്മൾ അറിയുന്നില്ല. 80 പോകുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മൾ ഇവിടുന്ന് കേരളം വിട്ട് പുറത്ത് പോയി കഴിയുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് അറിയുന്നത്. 80 പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു സ്പീഡ് പോരാ എന്നൊരു ചെറിയ തോന്നലുണ്ട്. ഇപ്പൊ നേരത്തെ അവൻ എന്നോട് പറഞ്ഞു ഫോഴ്സിന്റെ തന്നെ ഒരു വേറെ വണ്ടി എടുത്തെന്നുള്ള, അതിനെങ്ങനെയാണ് ടോപ്പ് സ്പീഡ് വരിക? അത് 80. നിങ്ങൾ ഈ 80 പോകുന്ന സമയത്ത് വണ്ടിയുടെ ആ ഒരു ഷിവറിങ് കാര്യങ്ങൾ, ബോഡി റോള്, ഇതിന്റെ ബാക്കിലിരിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ, അതൊക്കെ എന്താ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്? പൊതുവെ നമ്മൾ ആദ്യത്തെ വണ്ടി എടുത്ത ആദ്യത്തെ ട്രിപ്പ് പോകുന്ന കോയമ്പത്തൂർക്കായിരുന്നു, ഫസ്റ്റ് ട്രിപ്പ്. ആ ട്രിപ്പ് പോയപ്പോൾ അവർ നമുക്ക് എമിലിന് മെസ്സേജ് അയച്ചു, വണ്ടി 80 പോകുള്ളൂ, പക്ഷെ 80 പോയെങ്കിലും ആ ഒരു ഒഴുകി മറ്റിലങ്ങ് പോയതുകൊണ്ട് നമുക്കെല്ലാം സുഖമായിരുന്നു, വേറൊരു ഷെയ്ക്കിംഗ് ഒന്നും ഇല്ല വണ്ടിക്കകത്തുനിന്ന്. അന്ന് അവർ പറഞ്ഞു ഫസ്റ്റ് ട്രിപ്പിൽ. കസ്റ്റമർ നല്ലൊരു ഫീഡ്ബാക്ക് ആണ് കൊടുക്കുന്നത്. കാരണം അർബേനിയെ കുറിച്ച് ഞാനും ഒത്തിരി കേട്ടിട്ടുണ്ട്. കാരണം ഏറെ ആഗ്രഹിച്ചാണ് അർബേനിയയുടെ ഒരു റിവ്യൂ കിട്ടുക എന്നുള്ളത്. അതും 40,000 കിലോമീറ്റർ ഓടിയ വണ്ടി, പ്രത്യേകിച്ച് അവനെ പോലുള്ള ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഈ വണ്ടിയെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി കിട്ടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഒരു എഞ്ചിൻ്റെ കേപ്പബിലിറ്റി പറഞ്ഞല്ലോ, നമ്മൾ അകത്തിരുത്ത് ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലും നമുക്ക് ആ ഒരു എഞ്ചിൻ നോയിസോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് തോന്നി? നമുക്ക് വേറെ നോയിസുകളൊന്നുമില്ല, നമ്മളൊന്നും അറിയുന്നില്ല. നല്ല റിഫൈൻഡ് എഞ്ചിനാണ് അല്ലേ? സോ ക്യൂബെക് റോഡ് ലൈൻസ്. അപ്പോൾ എന്തുണ്ടെങ്കിലും വണ്ടി സംബന്ധമായിട്ട് എന്തെങ്കിലും ട്രാവലിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന നമ്പറിൽ എൻക്വയറി ചെയ്യുക. ഞാൻ നോക്കിയിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് റോഡ് വേസ് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് അവനെപ്പോലുള്ള സ്മാർട്ടായിട്ടുള്ള ആൾക്കാരുള്ളപ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ഗൈഡൻസും കൂടെ കിട്ടുമെന്നുള്ളതാണ്. നമ്മൾ സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഈ സൈഡിലൊരു കാര്യം ശ്രദ്ധിച്ചെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫിക്സഡ് ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത്. എല്ലാത്തേലും എമർജൻസി എക്സിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതേസമയത്ത് ഇപ്പുറത്തെ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സൈഡിൽ നമുക്ക് വേണമെങ്കിൽ ഗ്ലാസ് താത്താം. ഇവിടെ പറ്റില്ല. അത് നമ്മളൊരു ലോങ് യാത്ര പോകുന്ന സമയത്താണ് നമ്മുടെ ഒരു സുഹൃത്ത് പുള്ളിക്ക് ഇതുപോലെ ഒരു സിക്നസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഛർദ്ദിക്കാൻ വരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? താത്താൻ പറ്റാത്തതിൽ ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? പക്ഷെ നമ്മൾ ഇത്രയും ട്രിപ്പ് ഓടിയിട്ട് ഇന്നേ വരെ അങ്ങനെ ഒരു ഇത് ഫേസ് ചെയ്തിട്ടില്ല. പക്ഷേ ആൾക്കാർ കംഫോർട്ടാണ് ഇതിൽ. കാരണം വലിയ ഗ്ലാസ്, ഇപ്പൊ സൈഡ് വ്യൂ ആണെങ്കിലും നമുക്കിപ്പം ഒരു സൈറ്റ് സീയിങ്ങിന് പോവുകയാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഫുള്ളായിട്ട് കാണാം, അത്രയും ട്രാൻസ്പെറന്റ് ആണ്. അതുകൊണ്ട് എല്ലാവരും കംഫോർട്ടാണ് ഈ ഗ്ലാസ്സിൽ. ഇതുവരെ ആരും ഒരു കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ശരിക്കും വിൻഡോ ലൈൻ തന്നെ താന്നാണ് നിൽക്കുന്നത്. ആൾക്കാർക്ക് പുറത്ത് നല്ല രീതിയിൽ കാണാവുന്നതുകൊണ്ട് തന്നെ ഒരു ഇതുവരെ ആർക്കും ട്രാവൽ സിക്നസ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് കാരണം ഒരു ട്രാവലറിനെ സംബന്ധിച്ച് ഇതില് ഷെയ്ക്കിങ് കുറവാണ്. നമ്മൾ ഓൾറെഡി നമുക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി കൂടുന്ന നമ്മൾ ഓൾറെഡി ഒത്തിരി ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഇതിനാ ഷെയ്ക്കിംഗ് ഇല്ല. കാരണം വണ്ടി താന്നതാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 200 mm ആണ് വരുന്നത്. വണ്ടി താന്നാണ് നിൽക്കുന്നത്. എപ്പോഴും ഈ അടി തട്ടുന്ന പോലത്തെ എന്തെങ്കിലും ചില സമയങ്ങളിലുണ്ടായി. ചില സമയത്ത് നിങ്ങൾ ഈ ഒരു കട്ടിങ് ഇറങ്ങുമ്പോൾ നമുക്ക് ഇറക്കാനൊക്കെ പാടാം. പിന്നെ ചില റിസോർട്ടുകളിലൊക്കെ ചെന്നാൽ അവരുടെ ഗേറ്റ് അവിടെ ഒരു കട്ടിങ് കാണും. നമ്മൾ ഫ്രണ്ട് ടയർ കയറി ഇറങ്ങി കഴിയുമ്പോൾ സെന്റർ താന്നാണല്ലോ. അത് ഓൾറെഡി അവരുടെ ഗേറ്റിന്റെ ഒരയാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് ഈ വണ്ടിയുടെ ഡ്രൈവബിലിറ്റിയെ കുറിച്ച് ഞാൻ പറയുന്നത്, കാരണം നമ്മൾ ഈ വണ്ടി ട്രാവലർ പെട്ടെന്ന് വളയ്ക്കാൻ പറ്റും എന്ന് കേട്ടിട്ടുണ്ട്. അതേസമയത്ത് നമ്മുടെ അർബേനിയയിലേക്ക് വരും വളയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പച്ചവെള്ളത്തിൽ പറഞ്ഞ ഒടിവ് കുറവാണ്. ഇപ്പൊ ട്രാവലർ വട്ടം കറക്കി തിരിച്ചെടുക്കുന്നിടത്ത് അർബാനി ആണെങ്കിൽ 2 തവണ റിവേഴ്സ് വെക്കേണ്ടി വരും. അത്രയും ഇതില്ല ഒടിഞ്ച് കിട്ടാനുള്ള. നമ്മുടെ അർബേനിയ ടേണിംഗ് റേഡിയസ് എന്തോ 6500 mm അങ്ങനെ എന്തോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒടിവ് കുറവാണ് എന്നുള്ളതാണ് ഫോഴ്സിനുള്ള ഒരു ഫീഡ്ബാക്കും കൂടെയാണ്. കാരണം ഇനിയും ഫർദർ വണ്ടി വരും ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് TN1 പ്ലാറ്റ്ഫോമിൽ സൃഷ്ടിച്ച ഒരു വണ്ടിയും കൂടെയാണ് ആ വണ്ടിക്ക് വരുന്നത്. നല്ലൊരു റൂഫ് ഏരിയ തന്നെയാണ് വരുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് വണ്ടിയുടെ ആ ഒരു റൂഫ് ഏരിയയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു ഹെഡ് റൂമ്, ലെഗ് റൂമ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഈ വണ്ടിയുടെ ഒരു ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി 70 ലിറ്ററാണ് വരിക. അപ്പോൾ ഈ 70 ലിറ്റർ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ, കാരണം ഇതിന് മൈലേജ് നമ്മൾ ട്രാവലിനെ സംബന്ധിച്ച് കുറവാണ്. അപ്പോൾ അന്നേരം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ പമ്പിൽ കയറേണ്ടത് എണ്ണം കൂടുന്നു. അപ്പോൾ അതൊരു 70 എന്നുള്ളത് ഒരു 100 ആയിരുന്നെങ്കിൽ ശകലം കൂടി മാറ്റം വന്നേനെ. അപ്പോൾ അതൊരു വൈറ്റൽ ഇൻഫർമേഷൻ ആട്ടോ. 70 ലിറ്റർ മാത്രമേ ഉള്ളൂ, കുറച്ചുകൂടെ നമുക്ക് കൂട്ടാം എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. അതിനേക്കാൾ ഉപരി പല ആൾക്കാരുടെയും സംശയമാണ് ഈ വണ്ടി ക്യാരവൻ ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. എങ്ങനെ ക്യാരവൻ ആക്കാൻ പറ്റുമോ? ഇത് ക്യാരവൻ ആക്കുന്ന ഒത്തിരി ഉണ്ട്. നമ്മളിപ്പം വണ്ടി എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് TV കയറ്റി, ഇപ്പൊ TV ഒന്നും ഇൻബിൽട്ട് ആയിട്ട് വരുന്നില്ല. TV കയറ്റി, സ്പീക്കർ കയറ്റി, മിക്സർ കയറ്റി. അപ്പൊ ഇത് ചെയ്തത് നമ്മൾ ജോഷില തൊടുപുഴ. അപ്പൊ അവിടെ ചെന്നപ്പോൾ അവിടെ ഇഷ്ടംപടി വണ്ടിയാണ്. കേരള വണ്ടികൾ കുറവാണെങ്കിലും തമിഴ്നാട്, ആന്ധ്ര എന്നൊക്കെ ഇഷ്ടംപടി അർബാനി എടുത്തിട്ട് ക്യാരവൻ ആക്കുന്നുണ്ട്. ഇഷ്ടംപടി ക്യാരവൻ ആക്കുന്നുണ്ട്. അതിന്റെ 12 സീറ്റർ എടുത്തിട്ട് ആക്കുന്നുണ്ട്,
17 സീറ്റർ എടുത്തിട്ട് ആക്കുന്നുണ്ട്. ഓക്കെ, ഇവർക്ക് ഓൾറെഡി ടൈപ്പ് ഉണ്ട് ഇതിന്റെ ഇന്റീരിയറിലെ കാര്യങ്ങൾ ചെയ്യാനും ഡിസൈൻ ചെയ്യാനും എല്ലാം. ഉടനെ തന്നെ നമ്മുടെ പുതിയ വണ്ടികൾ വരാൻ പോവാണ് അല്ലേ? വണ്ടി ഇത് കെട്ടിച്ചോണ്ടിരിക്കുകയാണ്. ചേസ് എടുത്തില്ല ഈ ആഴ്ച. ഓക്കെ. അപ്പോൾ ഓട്ടം കൊണ്ട് നിൽക്കാൻ മേലെ. എനിക്ക് ഇവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. വേറൊന്നുമല്ല, എല്ലാ ദിവസവും ഓട്ടമാണ്. ഞാൻ കുറേ പാടുപെട്ടാണ് അവനെ ഒന്ന് ഒപ്പിച്ചെടുത്തത്. ഒന്ന് പറഞ്ഞു തരാൻ അവൻ പറഞ്ഞാലേ ശരിയാവുള്ളൂ. നമുക്കറിയാം ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞത് ഒരു പരാബോളിക് ലീഫ് സ്പ്രിംഗ് സസ്പെൻഷനാണ് വരുന്നത്. കാരണം പൊതുവേ ഈ വണ്ടിയുടെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ട് എല്ലാവരും പറയുന്നത് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ്റെ ആ ഒരു പെർഫെക്ഷനാണ്. അതിനേക്കാൾ ഉപരി ഫോഴ്സ് ക്ലെയിം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ ഉൾപ്പെടെ ഈച്ച് ആൻഡ് എവരി പാസഞ്ചർ. ഇപ്പം മറ്റു വണ്ടികൾക്കൊക്കെ ഡ്രൈവറിന് ഒരു സുഖമാണെന്നുണ്ടെങ്കിൽ പാസഞ്ചറും വേറൊരു സുഖമാണ്. ഇത് എല്ലാവർക്കും ഈക്വൽ കംഫർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ കാര്യം, ആ ഫോഴ്സ് പറയുന്ന ആ ഒരു സംഭവം ക്ലെയിം ചെയ്യുന്നത് ശരിയാണ്. അത് 100% ശരിയാണ്. 100% ശരിയാണ്. നമ്മൾ ഈ വണ്ടിയും കൊണ്ട് ഓട്ടം പോയിട്ട് ഇപ്പം ഒരു വേളാങ്കണ്ണി പോയിട്ട് വരുവാ, നമ്മളൊരു 2 ദിവസത്തെ ട്രിപ്പാന്ന് വെച്ചു. ഇവിടുന്ന് നൈറ്റ് അങ്ങ് പോകുന്നു, പിറ്റേ ദിവസം അവിടെ ചെല്ലുന്നു, അന്ന് അവിടെ സ്റ്റേ, അതിന്റെ പിറ്റേ ദിവസം അവിടെ നിന്ന് ഡേ ഇങ്ങ് തിരിച്ചു പോരും. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്ഷീണമില്ല. ഈ വണ്ടിയെ ഡ്രൈവ് ചെയ്ത് പോയി കഴിഞ്ഞ് വന്ന ക്ഷീണമില്ല. പാസഞ്ചേഴ്സിന് ഒട്ടുമില്ല. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്ക് ശകലം മടുപ്പുണ്ടാവില്ല. ഇത് ഒട്ടുമില്ല. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഹാപ്പിയാണ്. കാരണം കൂടുതൽ ടൈം അവനാണത് ഉപയോഗിക്കുന്നത്. കാരണം അവന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. സോ അവനത് ക്ഷീണമില്ലെന്നാണ് പറയുന്നത്. നോ ഫാറ്റിക് എന്നാണ്. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ ബാക്കിയുള്ള കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ട വണ്ടിയുടെ ഒരു ഇൻറ്റീരിയർ കാര്യങ്ങളാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു നിർത്തി, മൈലേജ്. ഇപ്പോൾ ട്രാവലിനെ സംബന്ധിച്ച് എത്ര മൈലേജ് കിട്ടും, ഈ വണ്ടിക്ക് എത്ര മൈലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി പറയുന്നത് എത്രയാണ്, എത്ര നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്? നമുക്ക് ഇതിൽ നമ്മളിപ്പോൾ ലോങ് ഇപ്പം ഒരു സ്ട്രേറ്റ് റോഡൊക്കെയാണ് പോകുന്നതെങ്കിൽ ഒരു 8-8.5 വരെ കിട്ടും. ഓക്കെ, 8.5 വരെ കിട്ടും. അപ്പോൾ അതേസമയം നമ്മുടെ ട്രാവലറാണെങ്കിൽ 17 സീറ്റർ ഒക്കെ ആണെങ്കിൽ ഇത് 17 സീറ്ററാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ട്രാവലറാണെങ്കിൽ നമുക്കൊരു 10 വരെ കിട്ടും. ഓക്കെ, നമ്മുടെ ഈ അർബേനിയെ സംബന്ധിച്ച് അർബേനിയക്ക് 10 സീറ്റർ ഉണ്ട്, 13 സീറ്റർ ഉണ്ട്, 17 സീറ്റർ ഉണ്ട്. ഈ 10, 13 നിങ്ങൾ ഓപ്ഷൻ എടുത്തില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു 17ലേക്ക് എത്താൻ കാര്യം? അതൊന്നും കാരണം നമ്മൾ 13 സീറ്ററും 17 സീറ്ററും തമ്മിൽ 1.5 രൂപയുടെ വ്യത്യാസമുള്ളൂ. 1.5 ലക്ഷം രൂപയുടെ വ്യത്യാസമുള്ളൂ. പിന്നെ 1.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി നമ്മൾ 13 സീറ്റർ എടുത്തിട്ട് നമുക്ക്, കാരണം ഇത് 17 എടുത്തിട്ട് കഴിഞ്ഞാൽ 13 പേരുള്ളിൽ നമുക്ക് വേണം. മതി. 6 പേര് ഇന്നോവ വേണോന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു, വേണ്ട നമുക്ക് ഈ വണ്ടി മതി. ഇതിന്റെ ഡേറ്റ് നോക്കിയാണ് അവർ മൂകാംബിക പോയത് തന്നെ. ക്ഷീണമില്ല യാത്ര ചെയ്ത്. അതാണ് അവര് പറയുന്നത്. വർക്കിന് പോകേണ്ടവരൊക്കെയാണ്. ഇതേ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ക്ഷീണമില്ല. വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന പോലെ തന്നെ രാവിലെ ഒന്ന് ഫ്രഷ് ആയി പോയാൽ. ഒന്ന് അർബേനിയയിൽ ട്രാവൽ ചെയ്തവർ പിന്നെ അർബേനിയ എടുക്കുകയുള്ളൂ അല്ലേ? പിന്നെ ട്രാവലറെ പോകില്ല. ഓക്കെ, ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു വില എന്ന് പറഞ്ഞാൽ 35 ലക്ഷം രൂപയാണ്. പക്ഷേ ഈ 35 ലക്ഷം രൂപ കൊടുത്തിട്ട് പോലും ഇവിടെ ഞാൻ അലോയ് കാണുന്നില്ല. ഒരു വീൽ കപ്പാണ് കാണുന്നത്. അത് ഫോഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ ആ കാര്യത്തിൽ? ഇല്ല, ഇപ്പൊ എന്നാ പറയാ, അതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം അലോയ് ഇടുന്നതാണ്. കാണാൻ ഒരു ലുക്കുള്ള അലയിട്ട വണ്ടികളുണ്ട്, എടുത്തിട്ട് വേറെ അലയിട്ട വണ്ടികളുണ്ട്. ഓക്കെ. പക്ഷെ ഇപ്പൊ അലയിടുമ്പോൾ ഒരു വ്യത്യാസം നമുക്ക്, ഞാൻ പറഞ്ഞു മൈലേജ് ഇപ്പൊ 8 ഉള്ളൂ. വീണ്ടും മൈലേജിലേക്കാണ് ബാധിക്കുന്നത്. ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അലയിട്ട് കിട്ടുവാണെങ്കിൽ നല്ലതാണ്. ലുക്കില് അലയാണ് സൂപ്പർ. നമ്മളിപ്പോൾ ബാക്ക് പോർഷനിൽ എത്തിയിരിക്കുകയാണ്. ബാക്കിന്റെ നല്ല രസമാണ് കാണാൻ. ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള പെയിന്റ് ക്വാളിറ്റി എങ്ങനെ തോന്നിയിട്ടുണ്ട്? പെയിന്റ് ക്വാളിറ്റി കുഴപ്പമില്ല, നല്ല പെയിന്റിംഗ് ആണ്. നമുക്ക് ചെറിയൊരു സ്ക്രാച്ച് സൈഡിൽ വന്നായിരുന്നു ഫ്രണ്ടില്. ഒരു കാർ വന്ന് തട്ടിയതാണ്. പക്ഷെ നമുക്ക് പെയിന്റിനെ ബാധിച്ചിട്ടില്ല. ഒരു ചെറിയ സ്ക്രാച്ച് വീണതുള്ളൂ, പെയിന്റ് പോകുമെന്ന്. അതേസമയം ട്രാവലറിനെയൊക്കെ സംബന്ധിച്ച് നമുക്ക് ഒരു ചെറിയ ഒരച്ചിൽ വന്നു കഴിഞ്ഞാൽ പെയിന്റ് ആദ്യം പോണേ. ഇതിന്റെ പക്ഷേ പെയിന്റ് പോയിട്ടില്ല. നല്ലൊരു ടെയിൽ ലാമ്പ് കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട്, ഭംഗിയാണ്. അത്യാവശ്യം നല്ല വലുതാണ്. ഫോഴ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇവരുടെ തന്നെ ഒരു കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. കർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? കർട്ടൻ സെപ്പറേറ്റ് ചെയ്തതാണോ? ആ കർട്ടൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇന്റീരിയർ ചെയ്ത് ജോഷി തന്നെ ചെയ്തത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹിഞ്ച് ഞാനിപ്പോൾ ശ്രദ്ധിച്ചൊരു സംഭവമാണ്. കാരണം ഈ ഹിഞ്ചസ് 4 സൈഡിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാം. അതൊരു ആരെയും എപ്പോഴേലും ഈ വണ്ടിയുടെ ലുക്കിനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഈ താഴത്തെ അത്രയും പറഞ്ഞില്ല, അവർ ശ്രദ്ധിക്കാത്തോണ്ടായിരിക്കും. ഇതിനകത്ത് ഈ ബമ്പറിന്റെ അകത്ത് വരുന്നുണ്ട്. പക്ഷെ ഇത് കവർ ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ ഫോഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പെർഫെക്റ്റ് ആണ് സംഭവങ്ങളൊക്കെ, പക്ഷേ ഇതൊന്ന് കവർ ചെയ്തൊരു ബ്ലാക്ക് എന്തെങ്കിലും ഇത് കൊടുത്തൊരു ക്ലാഡിങ് കൊടുത്ത് കവർ ചെയ്യണം. നല്ല ഭംഗിയായിരിക്കും, ഒരു നല്ല ഫിനിഷിങ് കിട്ടും. അപ്പോൾ എൻ്റെ കണ്ണിൽ പെടുന്ന അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേളിൽ കാണുന്ന ക്യാമറയാണ്. കാരണം ഇത്രയും പ്രീമിയം, അർബേനിയ ഈസ് എ പ്രീമിയം സെഗ്മെൻറ്റ് ഓഫ് ട്രാവലർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അപ്പോൾ ഇത്രയും പ്രീമിയം സെഗ്മെൻറ്റിലുള്ള ഒരു സാധനം വന്നിട്ട് ഒരു 360 ഡിഗ്രി ക്യാമറ വേണം എന്നതിൽ തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ക്യാമറ നമ്മൾ വ്യൂ
ഭയങ്കര വലിയ വ്യൂ ആ. മേളിൽ നിന്നായതുകൊണ്ട് സാധാരണ എല്ലാ വണ്ടിക്കും ക്യാമറ വന്നെ നമുക്ക് ബൂട്ടിലായിരിക്കും, അടിയിലായിരിക്കും. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വ്യൂ ഉണ്ട് നന്നായിട്ട്. 60 ആയിരുന്നു, നല്ലതായിരുന്നു. ഓക്കെ. പിന്നെ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, നമ്മുടെ ആ ഒരു സൈഡ് മിററിന്റെ കാര്യം. ആ മിററിന്റെ ആ ഒരു ബ്യൂട്ടി 60 തോറ്റുപോകും. അത്രയ്ക്ക് നല്ല മിററാണല്ലേ. ഹാഫ് മിറർ, ബാക്കി അടിയിലേക്ക് ലെങ്സ് ആവന്നെ. നമുക്ക് വൈഡ് ആംഗിളാ. നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ റിവേഴ്സ് എടുക്കുവാണെങ്കിലും, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു വണ്ടി ഓവർടേക്ക് നമ്മുടെ സൈഡിൽ ഇപ്പൊ ചിലതിലൊക്കെ നമുക്ക് മിററിക്കണം നോക്കുമ്പോൾ നമ്മുടെ ഡ്രൈവർ സീറ്റിന്റെ സൈഡിൽ തന്നെ ബൈക്ക് ഒന്നും കാണാൻ പറ്റുന്നു. നമ്മുടെ ആ മിററിന്റെ അവിടെ വരെയുള്ള വ്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അടിപൊളി. അപ്പോൾ അത്ര നല്ല ഒരു മിററാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഫോഴ്സ് അതിനെ കുറിച്ച് പ്രത്യേകം പഠിച്ചാണ് വെച്ചിരിക്കുന്നത്. ഞാനൊന്ന് ഓപ്പൺ ചെയ്തോട്ടെ. ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. നമ്മളിത് ബാക്ക് പോർഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഇതിനകത്ത് ഇതാരേലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ബാക്ക് ഡോറിന്റെ ഹിഞ്ചസ് പറഞ്ഞല്ല, ഇത് ഹിഞ്ച് വരും. ഇത് ലാച്ച് സിസ്റ്റമാണ്. ലാച്ച് സിസ്റ്റത്തിന്റെ അത് ജസ്റ്റ് ഒരു വിസിബിൾ ആയിട്ട് നിൽക്കുമ്പോൾ എന്തോ ഒരു ഫിനിഷിങ് കുറവുപോലെ എനിക്ക് തോന്നി. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വണ്ടി അർബേനിയ ഉള്ളവരുണ്ടാവും, വണ്ടി സ്നേഹികളുണ്ടാവും, മറ്റ് ടൂറിസം സംബന്ധമായിട്ട് ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻ്റെ ആദ്യം കണ്ടുപോയത് ഈ സീറ്റിൻ്റെ അടിയിലേക്കാണ്. ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ ഞാനിങ്ങനെ ആലോചിച്ച് നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ബാഗുകളൊക്കെ ഉണ്ടാവും അല്ലേ, ഒത്തിരി ലഗേജുകളുണ്ടാവും. ഈ ലഗേജുകളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് വെക്കാൻ ഒരു സ്പേസ് കുറവാണോ എന്നൊരു സംശയം എങ്ങനെ തോന്നിയിട്ടുണ്ട്? ലഗേജ് സ്പേസ് വളരെയധികം കുറവാണ്. നമുക്ക് ബാക്കിൽ ഡിക്കി എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ. നമ്മളിവിടെ ഒരു സ്പീക്കർ കയറ്റിയിട്ടുണ്ട്, സബ് കയറ്റിയിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള ബാഗുകൾ നമ്മൾ എടുക്കുന്ന ഇവിടെ ഇതിന്റെ അടിയിലാണ് എല്ലാ വണ്ടിക്കാരും എടുക്കുന്നത്. ശരി. അപ്പം ഇതേ ഉള്ളൂ സ്പേസ്. ഇതേ സ്പേസ് ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ പിന്നെ അകത്ത് വെക്കണം. പക്ഷെ പിന്നെ മേളിലൊക്കെ സ്പേസ് കുറയും. ശരി. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് സ്പേസ് കണ്ടെത്തണം എന്നുള്ള, കുറച്ചുകൂടെ എനിക്കൊന്ന് ലെങ്ത് കൂട്ടുവാണെന്നുണ്ടെങ്കിൽ അല്ലേ കുറച്ചുകൂടെ സ്പേസ് കണ്ടെത്താൻ പറ്റുമെന്ന് തോന്നുന്നു. അതേ ഞാനൊരു ഓപ്ഷൻ കാണുന്നുള്ളൂ. പിന്നെ ബാക്കിൽ ഇതുപോലെ AC വെന്റ്സ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം. നമുക്ക് അകത്തേക്ക് കയറണം. ഇത് എനിക്ക് തോന്നുന്നത് ചവിട്ടി കയറാനുള്ള ഒരു ഇതാണെന്ന് തോന്നുന്നു. അതൊക്കെ ഇത് വണ്ടിയെ തന്നെ ഉള്ളതല്ലേ, വരുന്ന സംഭവം തന്നെയാണ്. സെൻസേഴ്സ് ഒക്കെ കമ്പനി തന്നെ ഉള്ളത്, ബാക്ക് സെൻസർ ഒക്കെ ഉള്ളതാണ് അല്ലേ. ഈ ക്യാമറയൊക്കെ നമ്മുടെ ഇതിന്റെ കൂടെ തന്നെ ഉള്ളതാണ്, എന്റെ വരുന്നതാണ്. ഓക്കെ, നമുക്ക് അകത്തേക്ക് ഒന്ന് കയറി ബാക്കി നോക്കിയാലോ. ഞാനൊരു പാസഞ്ചർ പോലെ ഇവിടെ ഇരിക്കുകയാണ്. നല്ലൊരു ലെഗ് റൂം നിങ്ങൾ നോക്കി. നല്ലൊരു ലെഗ് റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ആംറസ്റ്റ്, സീറ്റ് ബെൽറ്റ് എല്ലാം ഉണ്ട്. ബോട്ടിൽ ഹോൾഡർ, നല്ല സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാം. ഇതൊക്കെ എത്ര താത്തിയാലും, എന്തൊക്കെ താത്തി എന്ന് പറഞ്ഞാലും ഇത്ര സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടുപേർക്ക് സുഖമായിട്ടൊക്കെ ഇരിക്കാം. നല്ല കാര്യങ്ങൾ, നല്ല ഇത് മൊത്തത്തിൽ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇത് ഇവിടെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ കാണാം അവിടെ. അതുപോലെ തന്നെ പുറയിലും ഉണ്ട് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഒക്കെ റെഡിയാണ്. സേഫ് ആയിട്ട് ഇരിക്കാനായിട്ടാണ് അതിനുള്ള ഒരു സംഭവങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളപ്പോൾ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം, കാരണം ഇതിൻ്റെ ഒരു സീറ്റ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫോഴ്സിന്റെ ഇതിനകത്ത് ഞാൻ ഇത്ര നല്ലൊരു സീറ്റ് കണ്ടിട്ടില്ല. നിങ്ങൾ ചെയ്തതാണ് ഇത്? ഈ സീറ്റ് നമ്മൾ എക്സ്ട്രാ ചെയ്ത സീറ്റ് അവരുടെ സ്ട്രക്ചർ, അതേ കുഷ്യൻ നമ്മൾ പുത്തൻ എക്സ്ട്രാ ചെയ്ത. എത്ര രൂപയായിരുന്നു? 40 രൂപ അടുത്തായി. 40 രൂപ അടുത്തായി. 38-40 രൂപ. ഓക്കെ, ഞാൻ അതുപോലെ തന്നെ ഫോഴ്സിന്റെ വണ്ടി ഞാനിത് ഉള്ളിൽ കയറി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ ഞാൻ അതിന്റെ കാല് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു റെസ്റ്റ് കണ്ടില്ല. എന്ന് വെച്ചാൽ ഈ സീറ്റിൽ ഇരുന്നിട്ട് അത് നിങ്ങൾ ചെയ്തതാ? അത് എത്ര രൂപയായി? അത് എല്ലാം കൂടി, അത് പിന്നെ ഈ കർട്ടൻസ് നമ്മൾ എക്സ്ട്രാ ചെയ്തതാ. അപ്പൊ കർട്ടന് ഇതെല്ലാം കൂടി നമ്മൾ ജോഷി തന്നെ ചെയ്യിച്ചതാണല്ലേ. ശരി. ഈ ഒരു അതുപോലെ തന്നെ ഈ ഹാൻഡ് റെയിൽ, ഒരു സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽ, അതും നമ്മൾ ചെയ്യിച്ച കമ്പനിന്ന് വരുന്നില്ല. അത് വന്നില്ല. ഈ ചവിട്ടുപടി വന്നില്ല, അങ്ങനെയൊന്നും വന്നില്ല. പിന്നെ സീറ്റ് ഇവരുടെ കമ്പനിയിൽ നിന്ന് തന്നെ സീറ്റിന്റെ ക്ലോത്ത് വളരെ മോശമായിരുന്നു. അപ്പൊ നമ്മളത് മാറ്റി പുത്തൻ ചെയ്യിച്ചു. നമ്മളിപ്പോ 7 മാസം ഓടി, ഇതിപ്പോ ജസ്റ്റ് റീസെന്റ് ആയിട്ട് ചെയ്തേ ഉള്ളൂ. ഇത് പെട്ടെന്ന് കീറി പോകുന്ന ഒരു വിഷയം ഉണ്ടാവുന്നുണ്ട് അല്ലേ? കമ്പനി സീറ്റിനുണ്ടായിരുന്നു. സ്റ്റിച്ച് വിടുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഈ ബാക്കിലുള്ള ഈ പിടുത്തമൊക്കെയോ അതെല്ലാം കമ്പനി ഉള്ളതാണ്. ഈ ഒരു ബോട്ടിൽ ഹോൾഡർ എല്ലാം ഉള്ള ബോട്ടിൽ ഹോൾഡർ ഉള്ളതായിരുന്നു. അതുപോലെ ഇവിടെ ഒരു പിടുത്തം ഉണ്ടായിരുന്നു, അത് നമ്മൾ ഊരിയതാണ്. വണ്ടിയുടെ ഒരു കംഫർട്ടിനെ കുറിച്ചാണ് ചോദിക്കുക. കാരണം പ്രത്യേകിച്ച് ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാസഞ്ചേഴ്സ് നല്ലൊരു കംഫർട്ട് വേണമെന്നുള്ളതാണ്. ഈ ഒരു സീറ്റിൽ ഇരുന്നിട്ട് എങ്ങനെയുണ്ട് മൊത്തത്തില്? സീറ്റിൽ ഇരുന്നിട്ട് എല്ലാവരും കംഫർട്ടാണ്. കാരണം പുഷ് ബാക്ക് ആണെങ്കിലും ഉണ്ട്, പുഷ് ബാക്ക് ഉണ്ട് അല്ലേ? ഒന്ന് കാണിക്കാം സംഭവം. അങ്ങനെ ഇതുണ്ട്. ഇത്രയും ബാക്കിലുള്ള പാസഞ്ചറിന് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. ഇല്ല. നമ്മുടെ ഈ ഒരു ഫ്ലൈറ്റിലൊക്കെ കാണുന്ന പോലെ അല്ലേ? ഇത്രയും നല്ല സ്റ്റൈൽ, ഒരു പ്രീമിയം തന്നെ. കൊള്ളാം.
യാത്ര ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ലേ, ബസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ബാക്കിൽ നിന്ന് പറയും ഫ്രണ്ടിൽ വന്നിരിക്കും. ഇതിന് അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, എല്ലാ സ്ഥലവും ഒരുപോലാണ്. ഷേക്കിംഗ് ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ, അതില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, എവിടെ വേണമെങ്കിലും ഇരുന്ന് യാത്ര ചെയ്യാം. ഓക്കെ, അടിപൊളി. ഞാനിപ്പം ഇതിൻ്റെ അകത്തേക്ക് കയറിയ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു സംഭവമാണ് ആ ഒരു ടിവിയുടെ സംഭവം. ആ ഒരു ടി വി നിങ്ങൾ പ്രത്യേകം ഫിറ്റ് ചെയ്താണോ? അതെ, ഇത് നമ്മൾ ജോഷി തന്നെ ടിവിയും എക്സ്ട്രാ നമ്മൾ പിടിപ്പിച്ചതാണ്. ഇതല്ലേ ഫോൾഡിംഗ് ടി വി. നമുക്ക് കണ്ടപ്പോൾ തുറന്നു വെച്ചാൽ മതി, അത് കഴിയുമ്പോൾ യൂസ് കഴിയുമ്പോൾ ക്ലോസ് ചെയ്യുക. അപ്പൊ നമുക്ക് വേറെ തലയിടിക്കുകയോ ഒന്നും പ്രശ്നങ്ങളും ഇല്ല. ഇവിടെ ചെറിയൊരു ഇതുണ്ട്, നമ്മൾ ടി വി ഫോൾഡ് ചെയ്യുന്നതിന്റെ ആ ഒരു കവറിംഗ്, അതല്ലാതെ വേറെ പ്രശ്നമില്ല. ഓക്കെ, ഞാനൊന്ന് നിന്ന് നോക്കട്ടെ, കാരണം എനിക്ക് ഇതിന്റെ ഒരു ഹൈറ്റ് ഒന്ന് അറിയാനായിട്ടാണ്. അപ്പോൾ കുഴപ്പമില്ല, തലയിടിക്കുന്നില്ല കേട്ടോ. നോക്കിയതേ, ഇത്രയും ഗ്യാപ്പുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് 172 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നിന്നിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നെക്കാൾ ഇച്ചിരി പൊക്കം കൂടിയവരുണ്ടെങ്കിൽ ഉറപ്പാണ് ചെറുതായിട്ട്. നമ്മുടെ ഓണർക്ക് പാടാല്ലേ, നല്ല ഹൈറ്റ് ഉണ്ട്, ഇതൊക്കെ കയറി നിൽക്കാൻ പാടാ. അതെ, ഞാൻ 2-3 പേര് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ സാറിന് ഇങ്ങനെ കുനിഞ്ഞു പോകുന്ന കണ്ടു. ട്രാവലറിനേക്കാൾ ഹൈറ്റ് ഉണ്ടോ? ട്രാവലറിന് ഇതിലും ഹൈറ്റ് എന്ന് പറയാം. പക്ഷെ നമ്മളിപ്പോ ട്രാവലർ കമ്പനി എടുത്തിട്ട് എല്ലാവരും വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഹൈറ്റ് സെയിം ആവും. കാരണം ടോപ്പ് എല്ലാം ചെയ്യും. ശരി. നമുക്ക് ഈ ഒരു വർക്കിന്റെ കേസ് പറഞ്ഞപ്പോഴാണ് നമ്മുടെ സാധാരണ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഇന്റീരിയറിൽ ഒത്തിരി ഒരു ലൈറ്റിങ് കാര്യങ്ങളെ പ്രത്യേകിച്ച് ഒരു മ്യൂസിക് സിസ്റ്റം ഇൻബിൽട്ട് ചെയ്യുക. ഇപ്പം ഞാൻ ശ്രദ്ധിച്ചു, അതിൻ്റെ ഫ്രണ്ടിൽ ഒരു മിക്സർ കണ്ടു അല്ലേ? അപ്പോൾ മിക്സർ ഇതിനകത്ത് വേറെ ചെയ്തതാണല്ലേ നിങ്ങൾ? ആ മിക്സർ, ടി വി, അതുകൂടാതെ 2 സ്പീക്കർ, ഒരു സബ് നമ്മൾ എക്സ്ട്രാ ചെയ്ത് ജോഷി നമ്മൾ അവിടുന്ന് ചെയ്തതാണ്. കാരണം ഇതിനാകെ കമ്പനിയിൽ തന്നെ 4 സ്പീക്കറേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിന് സൗണ്ട് കുറവാണ്. നമ്മുടെ ഈ സൈഡിൽ കൂടെ വന്നത് അവിടെ. അപ്പം നിങ്ങൾക്ക് ജോഷി സംബന്ധമായിട്ട് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ ഇതിനകത്ത് ഉള്ള എ സിയുടെ കാര്യമാണ് ഞാൻ ഈ ചോദിക്കുന്നത്. നിങ്ങൾ ഒരു ഡ്രൈവ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച്, ഒരു പാസഞ്ചറിനെ സംബന്ധിച്ച് നമുക്ക് ആ ഒരു എ സിയുടെ ഒരു കൂളിംഗ് എങ്ങനെ തോന്നിയിട്ടുണ്ട്? കൂളിംഗ് കൂടുതലാണ്. ആൾക്കാരെല്ലാം പറഞ്ഞാൽ നമ്മളിപ്പോൾ നൈറ്റ് ഒക്കെ ഓടുവാണെങ്കിൽ നമ്മൾ പകലത്തെ ടെമ്പറേച്ചർ ഉള്ള നൈറ്റ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുമല്ല, നമ്മുടെ കാറിന്റെ കൂട്ട് തന്നെ നോബുകളാണ് തന്നെ. അപ്പൊ അന്നേരം അത് നമ്മൾ അതേലാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ആൾക്കാർ പറയും ചേട്ടാ തണുപ്പ് കുറയ്ക്ക് അല്ലെ എ സി ഓഫ് ചെയ്തു. പക്ഷേ എ സി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ പറ്റില്ല, ചൂടാകും, ഫിക്സഡ് ഗ്ലാസ് ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് എ സിയുടെ കൂളിംഗ് പക്കയാണ്. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ബ്ലോവർ സിസ്റ്റം കണ്ടു. ഈ ബ്ലോവർ യൂണിറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ വെക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബെർത്തിലേക്ക് എ സിയുടെ വെന്റ് വരാൻ വേണ്ടി ബ്ലോവർ വേണം. പക്ഷെ ഇതൊന്ന് ഒതുക്കി വെക്കുമായിരുന്നെങ്കിൽ നമുക്ക് ലഗേജ് സ്പേസ് കിട്ടിയേനെ. ഇപ്പൊ 2 ബെർത്തയിലും കുറച്ച് സ്പേസ് പോകുന്നുണ്ട്. ഈ ബെർത്തയിലാണ് ഈ സെന്ററിലാണ് വന്നേക്കുന്നത്. ശരി. കാരണം ഏകദേശം ഒരു ബാഗ് വെക്കാനുള്ള സ്പേസ് ആ ഒരു സൈഡിൽ പോയി, അങ്ങനെ ടോട്ടൽ 2 ബാഗിന്റെ സ്പേസ് പോയി അല്ലേ? ഈ ഓരോ പാസഞ്ചറിനും എ സി ഈ സൈഡിൽ നിന്ന് കിട്ടും അല്ലേ? കിട്ടും. ഓരോ സീറ്റിന്റെ മേളിലും ഉണ്ട് 2 വെന്റ് വെച്ച്. എല്ലാ സൈഡിലും ഓരോ വെന്റും, സിംഗിൾ സീറ്റ് ആയതുകൊണ്ട് ഓരോ വെന്റ്. അതുപോലെ തന്നെ ക്യാബിൻ ലൈറ്റും ഉണ്ട് എല്ലായിടത്തും ഉണ്ട്. ക്യാബിൻ ലൈറ്റ് മൊത്തത്തിൽ ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ പ്രത്യേകിച്ച് ആ ഒരു ലൈറ്റിംഗ് ഒന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല. ജസ്റ്റ് ടി വി, മിക്സർ അങ്ങനെയുള്ള സംഭവങ്ങളെ ചെയ്തിട്ടുള്ളൂ. മൊത്തത്തിൽ രാത്രി ആകുമ്പോൾ എങ്ങനെയുണ്ട് ഇതിന്റെ ഉള്ളിലുള്ള വെട്ടം? നമുക്ക് ഇതിന് ഒരു ഡേ ലൈറ്റ് പോലെ കാണിച്ചു. ഇതിന് ഓൾറെഡി ഒരു ബ്ലൂ ലൈറ്റ് ഉണ്ട്. ഓക്കെ, അതുകൂടാതെ ബ്ലൂ ലൈറ്റ്. ഓക്കെ, ഒരു ആംബിയൻ ലൈറ്റ് ഉണ്ട്. പിന്നെ ഇതല്ല, നമുക്ക് വേണമെങ്കിൽ ഓരോ സീറ്റിനും ഓക്കെ. അപ്പോൾ ഓരോ പാസഞ്ചേഴ്സിനും പ്രത്യേക ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഈസി ആയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പരിപാടി നടക്കും. അതെ. ഓക്കെ, കൊള്ളാം. നമുക്ക് ആ ബാക്ക് സീറ്റിൽ ഒന്ന് ഇരുന്നാലോ? ബാക്ക് സീറ്റിലേക്ക് വന്നിരിക്കണം. നല്ല സ്പേസ് ഉണ്ട്. കാരണം ഇവിടെ പ്രത്യേക ലെഗ് സ്പേസ് കൂടുതലാണോ? കൂടുതലാണ്. കാരണം ഇവിടെ അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട്, നല്ല ഹെഡ് റൂം ഉണ്ട് അല്ലെ? മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു അഡൽട്ട് ആയിട്ടുള്ള ഒരു പിള്ളേർക്കല്ലാതെ തന്നെ അത്യാവശ്യം വലിയവർക്ക് 4 പേർക്ക് ബാക്കിൽ ഇരിക്കാം. പിന്നെ ഈ ഒരു ഇൻഡിവിജ്വൽ സീറ്റിലൊക്കെ ആണെങ്കിലും കാലിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല, നല്ല സുഖമായിട്ട് ഇരിക്കാം. ഓക്കെ, ഞാനിവിടെ ശ്രദ്ധിച്ചു എല്ലായിടത്തും ഇങ്ങനെ ഹാമേഴ്സ് കൊടുത്തിരിക്കുന്നത് ഈ റെഡ് കളറിൽ. അതെന്താണ് ശരിക്കും? ഈ ഹാമേഴ്സ് ആണ് ശരിക്കും എമർജൻസി എക്സിന് നമുക്ക് ഗ്ലാസ് ബ്രേക്ക് ചെയ്യാനുള്ളത്. നമ്മുടെ ഈ വണ്ടിയുടെ എല്ലാ ഗ്ലാസ്, ഫിക്സഡ് ഗ്ലാസ്, വലിയ ഗ്ലാസ്, ഇതെല്ലാം എമർജൻസി എക്സിറ്റാ. നമുക്കിത് എന്തെങ്കിലും എമർജൻസി വന്നാൽ ഗ്ലാസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി. ശരി. ഇപ്പൊ 3 എണ്ണം നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഈ 2 സൈഡിലും പിന്നെ ഡ്രൈവർ സീറ്റിന്റെ സൈഡിലും. ഓക്കെ. അപ്പോൾ ഞാനും അർബേനയെ കയറി ട്രാവൽ ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ വണ്ടിയിലൊന്ന് യാത്ര ചെയ്യണമെന്ന്. നമ്മുടെയൊക്കെ ചെറിയ ആഗ്രഹങ്ങളാണ് കേട്ടോ. ഇതുപോലെ ഓരോ വണ്ടികൾ, പ്രത്യേകിച്ച് വണ്ടിഭ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ഏത് വണ്ടിയാണേലും അതിലിരുന്ന് യാത്ര ചെയ്യുക, അത് ഓടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പം നേരെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പോയ സമയത്താണ് ഈ കുറേ കാര്യങ്ങൾ എനിക്ക് എൻ്റെ ചോദിക്കാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്.
ഇവനെ സംഭവം ഈ വണ്ടിയുടെ ഒരു രാത്രി പോകുമ്പോൾ ഒരു ഹെഡ്ലൈറ്റിൻ്റെ വെട്ടം, കാരണം ഫ്രണ്ടിലെ സംബന്ധിച്ച് പ്രൊജക്ടർ ലൈറ്റാണ്, DRL വരുന്നുണ്ട്, മൊത്തത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു വെട്ടം എങ്ങനെ തോന്നിയിട്ടുണ്ട്? ഫോഴ്സിന്റെ കമ്പനി വണ്ടികളിൽ ഇറക്കിയേക്കുന്നതിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ല വെട്ടമുള്ള വണ്ടി ഇതാണ്. കാരണം പ്രൊജക്ടർ ലൈറ്റാണ്. പ്രൊജക്ടർ ലൈറ്റാണ്, ഭയങ്കര വെട്ട, നല്ല വെട്ട. നമുക്ക് വേറെ എക്സ്ട്രാ ലൈറ്റിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഫോഗ് ലാമ്പ് ആണെങ്കിലും നല്ല വെട്ടമുള്ളതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ആ വെട്ടത്തിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല. ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പം എനിക്ക് തോന്നിയ 2-3 ചോദ്യങ്ങൾ. ഒന്ന്, ഈ വണ്ടി നമുക്ക് സ്കൂൾ ബസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അല്ലെങ്കിൽ സ്കൂൾ ബസ് ആയിട്ട് നമ്മുടെ ഇന്റർനാഷണൽ സ്കൂളുകൾ അവിടെയൊക്കെ അവർ ചിലപ്പോൾ ഉപയോഗിക്കും. കാരണം വണ്ടിക്ക് പൊതുവെ വില കൂടുതലാണ്, അങ്ങനെയുള്ളവർ മാത്രമേ എടുക്കൂ. അതുപോലെ തന്നെ ഈ വണ്ടി പ്രൈവറ്റ് വണ്ടിയായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? പ്രൈവറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. പക്ഷേ നമ്മൾ പണ്ടത്തെ ഒരു നിയമമുണ്ട്, നമ്മൾ 9 പേരിൽ കൂടുതലുള്ള വണ്ടികൾ പ്രൈവറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ റേഷൻ കാർഡ് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഫോർമാലിറ്റീസ് ഉണ്ട്. പിന്നെ ടാക്സ് കൂടുതൽ, നമ്മൾ ലൈഫ് ടൈം ടാക്സ് അടയ്ക്കണം. ഇതിനെന്ന് പറഞ്ഞാൽ നമ്മൾ ക്വാർട്ടർലി 3 മാസം കൂടുമ്പോൾ ടാക്സ് അടയ്ക്കുക. മറ്റേന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം ടാക്സ്. 15 വർഷത്തിലുള്ള ടാക്സ് നമ്മൾ ഒന്നിച്ചടയ്ക്കണം. ടാക്സ് വലിയൊരു എമൗണ്ട് വരും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം പൊതുവെ താങ്ങാൻ പറ്റത്തില്ല പ്രൈവറ്റ് വണ്ടിയായിട്ട്. സാധാരണക്കാരെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല പ്രൈവറ്റ് ഒക്കെ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇതിന് ഹെവി ലൈസൻസും വേണ്ട അല്ലേ? വേണ്ട. 4 വീലർ LMV അത് മതി. ഓക്കെ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങളും ചിലവര് ഇതൊരു കമ്പനി കാര്യങ്ങളിലായിട്ട് രജിസ്റ്റർ ചെയ്ത് യൂസ് ചെയ്യലുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് വേണം യൂസ് ചെയ്യാം. ഓക്കെ. ഇവനാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റൈലായിട്ട് ഗിയറൊക്കെ ഇടുന്നുണ്ട്. G32 ഗിയർ ബോക്സ്, 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വണ്ടിക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പവറിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടിയുടെ പൊതുവെ ഗിയർ ഇടുന്ന സമയത്ത് പല ആൾക്കാരും, ഞാൻ ഫീഡ്ബാക്കാണ് പറയുന്നത്, പല ആൾക്കാരും ഗിയർ ഇടുന്ന സമയത്ത് ഒരു സ്മൂത്ത്നെസ് കുറവാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ തോന്നിയിട്ടുണ്ട് അതിനെക്കുറിച്ച്? നമുക്ക് സ്മൂത്ത്നെസ്സിനെ കുറിച്ച് ഇതുവരെ തോന്നിയില്ല. പക്ഷെ നമുക്ക് ചെറിയൊരു പ്രശ്നം തോന്നുന്നത്, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഗിയർ സ്ലിപ്പായി ന്യൂട്രലിലേക്ക് പോകുന്നുണ്ട്. അത് ചില സമയങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെ അതൊരു പ്രശ്നം നമുക്ക് ഗിയറെ തോന്നിയിട്ടുള്ളൂ. അല്ലാതെ വേറെ ഹാർഡ്നെസ്സോ ഒന്നും തോന്നിയിട്ടില്ല. ഗിയർ നമുക്ക് സ്മൂത്ത് ആയിട്ടാണ് തോന്നിയത്. ശരി. ഓക്കെ. ഇത് ഞാൻ ഇതിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്താണ് ഇതിന്റെ ഒരു ഡാഷ്ബോർഡിന്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ. അപ്പം എങ്ങനെയുണ്ട് ഇതിന്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി ഫോഴ്സ് തരുന്നത്? നിങ്ങൾക്ക് തൃപ്തികരമാണോ? നമുക്ക് തൃപ്തികരമാണ്. വേറെ കുഴപ്പങ്ങളൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. നമ്മളിപ്പോ ഞാൻ 9 മാസമായി വെയിലടിച്ചിട്ട് വന്നുള്ള ഒരു കളർ മാറ്റം ഒന്നും തോന്നിയിട്ടില്ല ഇതുവരെ. ഓക്കെ, പെർഫെക്റ്റ്. പിന്നെ മാത്രമല്ല, ഞാൻ ഇവിടെ ഇതിന്റെ കുറെ സ്പേസുകൾ കാണുന്നുണ്ട്, നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഉള്ള സ്പേസുകൾ. പിന്നെ പ്രത്യേകിച്ച് ഗ്ലൗ ബോക്സ് കാര്യങ്ങളൊക്കെ, ഈ ഒരു സ്പേസ് ഒക്കെ പക്കായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. നമുക്ക് ഇതുണ്ട്, ഇവിടെ നമ്മുടെ ഫോണിന്റെ ചാർജിങ് വരുന്നുണ്ട്. പിന്നെ കോ പാസഞ്ചറിന് അവിടെ വരുന്നുണ്ട് USB പോർട്ട് വരുന്നുണ്ട്, ഫോൺ കുത്താനുള്ള കേബിൾ ഡയറക്റ്റ് കുത്താൻ. അപ്പൊ അത് ഫോൺ അവിടെ ഹോൾഡ് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് കുത്തിയിട്ടാണല്ലോ ഇവിടെ ഹോൾഡ് ചെയ്യാം. അത് കൂടാതെ ഇവിടെ ഉണ്ട് സ്പേസ്. നമ്മൾ റിമോട്ട് ഒക്കെ ഇവിടെ ഇട്ട് വെച്ച്, ടിവിയുടെ റിമോട്ട് ഒക്കെ ആണല്ലോ ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനെ കോഡ്ലെസ് മൈക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ ആണെങ്കിലും യൂണിറ്റ് ആണെങ്കിലും എല്ലാം ഉണ്ട്. നമ്മളപ്പം ആ സ്പേസിലാണ് നമ്മൾ കയറ്റിയേക്കുന്നത്. ഈ സ്പേസ് കമ്പനിയിൽ തന്നെ സ്പേസാ. ശരി. ഇഷ്ടം പോലെ സ്പേസ് ആവശ്യത്തിൽ കൂടുതൽ ഡാഷലുണ്ട്. ഈ സ്റ്റിയറിംഗ് എങ്ങനെയുണ്ട്? സ്മൂത്ത് ആണോ? നല്ല സ്മൂത്ത് ആണ്. നമുക്ക് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റബിൾ ആണ്. ടെലിസ്കോപ്പിംഗ് ഇല്ല. ടിൽറ്റ് ചെയ്യാം. ടെലിസ്കോപ്പിംഗ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്? ഇല്ല, ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് തന്നെ അറിയാം, സീറ്റ് അഡ്ജസ്റ്റിംഗ് ആണ്. സീറ്റ് ഹൈറ്റ് കൂട്ടാൻ കുറയ്ക്കാം. സീറ്റ് നമ്മുടെ ഹൈഡ്രോളിക് ടൈപ്പ് അഡ്ജസ്റ്റിംഗ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് സ്റ്റിയറിംഗ് കൂടി അഡ്ജസ്റ്റബിൾ ആകുമ്പോൾ ഓക്കെ. ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, നമ്മളിപ്പം ഈ പോകുന്ന സമയത്ത് എനിക്ക് ഇതിലിരുന്നിട്ട് നല്ലൊരു സുഖം തോന്നുന്നുണ്ട്. ഈ വണ്ടിയിൽ എയർ സസ്പെൻഷൻ ചെയ്യാൻ പറ്റുമോ? അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷെ ചെയ്യാൻ, കാരണം നമ്മളിപ്പം ഓൾറെഡി കാറിനൊക്കെ മോഡിഫൈ ചെയ്യുന്നവരുണ്ട്, എയർ സസ്പെൻഷൻ കയറ്റുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇതിനും ചെയ്യേണ്ടതാണ്. ഓക്കെ. നമ്മുടെ ഈ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉറപ്പായിട്ടും എന്നോട് ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ ഈ വണ്ടിയുടെ പുറയിലെ ടയർ വെട്ടി തേയുന്ന ഒരു സംഭവം. അങ്ങനെയുള്ള ഇതുവരെ ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഒന്ന് പറയാമോ? പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് ഇത്രയും 40,000 കിലോമീറ്ററിന് ഇടയ്ക്ക് തോന്നിയിട്ടുള്ളത്, ബാക്കി ലെഫ്റ്റ് സൈഡിലെ ടയർ നമുക്ക് അകം വെട്ടി തേയുമായിരുന്നു. അത് നമ്മൾ 2-3 തവണ മാറ്റിയിട്ടിട്ടും ആ സൈഡ് മാത്രം ആ ഒരു പ്രശ്നം ഉണ്ടായി. പിന്നെ അതുപോലെയുള്ള നമ്മുടെ ബാലൻസറിന്റെ ബുഷ് ഒരിക്കലും ലാസ്റ്റിംഗ് അല്ല. ബുഷ് എപ്പോഴും പോകും. നമ്മളിപ്പോ ഇപ്പം ഒരു തവണ ഷോറൂമിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ നല്ല റോഡിൽ കൂടെ ഓടാഞ്ഞിട്ടാന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിപ്പോ അത് കഴിഞ്ഞ് സ്ഥിരം ഹൈവേ കൂടെ തന്നെ ഓടിയിട്ട് പോലും നമ്മുടെ ബുഷ് പോകുന്നുണ്ട്. സ്ഥിരം തനതായ അർബേനയുടെ ഒരു പ്രശ്നമാണ്. അത് ലാസ്റ്റിംഗ് അല്ല, ബുഷ് ലാസ്റ്റിംഗ് അല്ല. എത്ര നാൾ കൂടുമ്പോൾ അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ കൂടുമ്പോൾ ഇത് മാറാറ്?
ഒരു 6000-7000 കിലോമീറ്റർ കൂടുമ്പോൾ നമുക്ക് ബുഷിന് അടിപ്പ് വരാൻ തുടങ്ങി. നമ്മുടെ ബുഷ് അടിക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ ഓൾറെഡി അന്നേരം തന്നെ ഷോറൂമിൽ കൊണ്ടുപോകും. ഗ്യാപ്പ് നോക്കി എപ്പോഴും ഒരു ദിവസം കൊണ്ടുപോകാം. കാരണം നിങ്ങൾ ഇത്രയും തിരക്കുള്ള സമയത്തിനിടയിൽ ഇതിനെ കണ്ടെത്തണം അല്ലേ? നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ വാറണ്ടി സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നത്? വാറണ്ടി നമുക്ക് മെക്കാനിക്കൽ വാറണ്ടി എന്ന് പറയുന്ന 1.5 ലക്ഷം കിലോമീറ്റർ ആണ് കമ്പനി എന്ന് പറയുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ വാറണ്ടി പറയുന്നത് 6 മാസം, സർവീസ് 2 മാസം അല്ലെങ്കിൽ 10000 കിലോമീറ്റർ. ഇപ്പൊ എടുത്തിട്ട് എത്ര നാളായെന്നാണ് പറഞ്ഞത്? 9 മാസം. 9 മാസമായുള്ളൂ. എത്ര രൂപയ്ക്കാണ് ഈ വണ്ടി ഇറക്കുന്നത്? നമ്മളെടുത്തപ്പോ 3380. ഇതിന് തന്നെ വേരിയൻസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 17 സീറ്ററിന് തന്നെ പല ഒറ്റ വേരിയന്റേ ഉള്ളൂ. 3380 നമ്മളെടുത്തപ്പോ 35 എന്തോ ആയിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുടെ ഇപ്പൊ ഇത്ര ലക്ഷം വിലയുള്ള ഒരു വണ്ടിയും കൂടെയാണ്. പൊതുവെ നമുക്ക് സേഫ്റ്റി ഇപ്പൊ ഒരു പ്രധാന ഘടകമാണ് അല്ലെ? കാരണം നമ്മുടെ യാത്ര ചെയ്യുന്ന പ്രത്യേകിച്ച് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ ആണ് ഒരു ഹീറ്റിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു എന്താ പറയുന്നത്, ഒരു അവർക്കാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു ഡ്രൈവറിനും കോ ഡ്രൈവറിനും എയർ ബാഗ് ഇല്ല എന്നുള്ള ഒരു സംഭവം ഉണ്ട് അല്ലേ? ആ ഒരു സംഭവം അതൊരു സങ്കടകരമായ സംഭവം അല്ലേ? അതെ, അതും കൂടി ചെയ്യായിരുന്നു. നമ്മളൊരു ഇത്രയും ലക്ഷം കൊടുത്ത് ഒരു വണ്ടി ഇറക്കി കഴിഞ്ഞപ്പോ 17 സീറ്റാണ്, എണ്ണം കൂടുതലുണ്ട്. പക്ഷെ നമ്മൾ 35 ലക്ഷം രൂപ 33 ലക്ഷം രൂപ കൊടുത്ത് ഇറക്കി കഴിയുമ്പോൾ അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഓരോരുത്തർക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓരോ സീറ്റിനും ഉണ്ട്. ഓ ഓക്കെ. അപ്പം നമ്മൾ അഡാപ്റ്റർ കുത്തുന്നതല്ല, USB കേബിൾ വഴി നിങ്ങൾക്ക് സ്ഥിരം 3 ഡേ ട്രിപ്പ് 4 ഡേ ട്രിപ്പ് ഒക്കെ സ്ഥിരം വരാറുണ്ട്. ഏറ്റവും ദൂരം പോയിരിക്കുന്നത് എവിടെയാണ്? ഒരു കിലോമീറ്റർ ഏകദേശം മനസ്സിൽ എന്തെങ്കിലും ഓർമ്മ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒറ്റ ട്രിപ്പിൽ തന്നെ മൂകാംബിക, അങ്ങനെ ഉടുപ്പി മൂകാംബിക മുരുടേശ്വരം, അത് കഴിഞ്ഞ് അവിടെ തിരിച്ച് മൈസൂര് വഴി വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ പോണ്ടിച്ചേരി പോയിട്ടുണ്ട്. എല്ലാം ഏകദേശം ഒരു കറങ്ങി വരുമ്പോൾ 1 കിലോമീറ്റർ വന്നത് ആണല്ലേ? അപ്പോ ഗോവ പോയിട്ടുണ്ട്. ഓഹോ, ഇത്രയൊക്കെ ദൂരെ യാത്ര ചെയ്ത് ഇത് വണ്ടി ഓടിച്ചോണ്ട് പോയിട്ടുണ്ട്. എപ്പോഴേലും ക്ഷീണം തോന്നി ഉറങ്ങി പോവോ? ഇല്ല, ഇന്നേ വരെ തോന്നാത്ത ഒരു സാധനം അതുള്ളൂ. നമ്മൾ ഇതിനെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ്. ബോട്ടിൽ ഹോൾഡേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? ബോട്ടിൽ പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് എല്ലാം വരുന്നുണ്ട്. എന്തൊക്കെ സ്വിച്ചസ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്? എന്താണ് ഈ എക്കോ എന്ന് പറയുന്ന സംഭവം? എക്കോ നമുക്ക് ഓൾറെഡി നമ്മളിപ്പോ സ്ട്രേറ്റ് റോഡിലൊക്കെ പോവാണെങ്കിൽ നമുക്ക് ഇത് മൈലേജിനെ സംബന്ധിച്ച് നമുക്ക് എക്കോ ഇട്ട് പോവുകയാണെങ്കിൽ മൈലേജ് ശകലം വ്യത്യാസം വരും. പിന്നെ ഇത് നമ്മൾ ഇത് നമുക്ക് ഇപ്പൊ നമ്മള് ട്രാക്ഷൻ കൺട്രോൾ ആണെന്ന് തോന്നുന്നു. അതെ. പിന്നെ ഇത് നമുക്ക് അകത്തെ ലൈറ്റുകളുടെ സ്വിച്ചുകളാണ് വരുന്നത്. ഇത് എമർജൻസിയുടെ സ്വിച്ച്. ഇത് പിന്നെ നമ്മുടെ ഓവർ ഹീറ്റ് ആവുകയാണെങ്കിൽ ഇപ്പൊ BS6 എല്ലാ വണ്ടിക്കും ഉണ്ട്. ഇന്നോവ തൊട്ടിക്കൊണ്ട് എല്ലാ വണ്ടിക്കും ഉണ്ട്. ഓവർ ഹീറ്റ് ആവുകയാണെങ്കിൽ പിന്നെ ഇത് ഫ്രണ്ട് ഫോഗ് ലാമ്പ്, ബാക്ക് നമ്മുടെ ഡോറിന് മേലത്തെ ഫോഗ് ലാമ്പ്. ശരി. ഇതെന്ന് പറയുന്നത് മറ്റേ AC-യുടെ സിസ്റ്റംസ് ആണ്. ടെമ്പറേച്ചർ സെറ്റിംഗ് എല്ലാം നോബ വരുന്നത്. ഓക്കെ. പൊതുവെ ഈ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ് എന്റെ ചോദ്യം. കാരണം ഈ ഒരു ഇൻഫർടൈൻമെന്റിന്റെ റെസ്പോൺസ് വളരെ പൂർ ആണെന്ന് പല ആൾക്കാരും റിവ്യൂല് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമുക്ക് തോന്നിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാല് നമ്മള് വണ്ടി എടുത്ത ഉടനെ ഞാൻ പറഞ്ഞില്ല, ജോഷി കൊണ്ട നമ്മൾ ഇതെല്ലാം മിക്സർ കയറ്റി, ബാക്കി TV കയറ്റി, സ്പീക്കർ കയറ്റി. അപ്പൊ നമ്മൾ ഓൾറെഡി ഇതിൽ ആകെ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യും. ഫോഴ്സ് കണക്റ്റിലേക്ക്, ഇതിന്റെ ഫോഴ്സ് കണക്ട് എന്ന പേര്. ഫോഴ്സ് കണക്റ്റിലേക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ എല്ലാം മിക്സർ ഉപയോഗിക്കുന്നത്. കൺട്രോളിംഗ് എല്ലാം മിക്സർ. അപ്പൊ TV വെച്ചാലും അതിന്റെ ഔട്ട്പുട്ട് എല്ലാം മിക്സർ വഴിയാണ് സൗണ്ട് കൺട്രോൾ എല്ലാം വന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ തൊടേണ്ട ആവശ്യമില്ല. നമ്മൾ അതേ ബ്ലൂടൂത്ത് കണക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ആൾക്കാർ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ടെസ്റ്റ് റെസ്പോൺസിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതിനെ കുറിച്ച് ഇങ്ങനെ ചെയ്താൽ മതി. എല്ലാവരും ചെയ്യുന്നുണ്ട്. ഓക്കെ ഓൾ റൈറ്റ്. ഈ വണ്ടിക്ക് ABS, EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എല്ലാം വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും നമ്മൾ അറിയാതെ എപ്പോഴേലും നമ്മൾ ആളെയൊക്കെ എല്ലാം ഒന്ന് ഇറക്കിയതിന് ശേഷം സ്പീഡിൽ പോകാറുണ്ട്. സ്പീഡിൽ പോകുമ്പോൾ എപ്പോഴേലും വണ്ടി തെന്നി മാറി പോവോ, ഓവർടേക്ക് ചെയ്യുമ്പോൾ ബാലൻസ് പോവോ, അങ്ങനെ എന്തെങ്കിലും ബ്രേക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, നമുക്ക് വണ്ടി എപ്പോഴും വണ്ടി നമ്മുടെ കയ്യിൽ എപ്പോഴും വണ്ടി ഒതുങ്ങി നിൽക്കും. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞു ട്രാവലർ പോലെയല്ലേ വണ്ടി ഇരുന്നാ പോകുന്നത്. അപ്പൊ ആളുണ്ടേലും ഇല്ലേലും ഈ ഇരുത്തമുണ്ട്. അപ്പം നമുക്ക് വണ്ടി ഒരിക്കലും ഇന്നേ വരെ തെന്നി മാറിയിട്ടില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വളരെ സേഫ് ആണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഫ്രണ്ടും ബാക്കിലും ഡിസ്ക് ആയതുകൊണ്ട് തന്നെ അല്ലേ നല്ല കറക്റ്റ് ഉദ്ദേശിച്ചെടുത്ത് ബ്രേക്ക് ചെയ്ത് നിന്നോളും. നമ്മൾ അടിപൊളി ഒരു വീഡിയോ ആയിരുന്നു. കാരണം ഈ യൂസർ റിവ്യൂ ഒത്തിരി ആൾക്കാർക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ എബിൻ ബ്രോ വളരെ കൃത്യമായിട്ടാണ്, അതും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നത്. എന്താണ് ഇപ്പൊക്കെ നമ്മുടെ റോഡ് ലൈൻസിന്റെ പേര് ക്യൂബക് റോഡ് ലൈൻസ് എന്നാണ്, ട്രാവൽസ് ആണ്. അപ്പം കേരളത്തിൽ എവിടെ നമ്മൾ വന്ന് ട്രിപ്പ് എടുക്കും, നമ്മളോട് എവിടെ നിന്ന് എൻക്വയറി ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എവിടെ നിന്ന് വന്നെടുക്കും. അപ്പം
എല്ലാം മിതമായ നിരക്കിൽ തന്നെയാണ് നമ്മൾ ട്രിപ്പുകൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് എൻക്വയറിക്ക് ഉണ്ടെങ്കിലും നമ്മളെ സമീപിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. എന്തുണ്ടെങ്കിലും ഞങ്ങളെ ഇതിൽ കമന്റ്സ് ഉണ്ടാവുന്നതാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കണം. ആയിക്കോട്ടെ. ഓക്കെ, ശരി ശരി. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ഫ്രം കൃഷ്മ.